കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. യേശുവിനെ ഏതെങ്കിലും ഒരു മതസ്ഥാപകനായിട്ടോ അഥവാ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വിടുതലും സൗഖ്യവും കൊടുക്കുന്നവനായിട്ടോ മാത്രം നമ്മൾ കാണരുത്. കർത്താവായ യേശു താൻ ഈ ലോകത്തിൽ വരുമ്പോൾ ദൂതന്മാരിങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. യേശു ലോകത്തിലുള്ള സകല ജീവനുള്ള സകലത്തിൻ്റെയും സകലരുടെയും ദൈവമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി വന്ന ദൈവമല്ല. അവൻ സകല മനുഷ്യർക്കും സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ വന്ന ആളാണ് ഈ കർത്താവായ യേശു. അവൻ മരിച്ചതും സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മുഖാന്തരം എല്ലാവരുടെയും ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അഥവാ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും എൻ്റെ ഏത് വിഷയത്തിനും എൻ്റെ യേശു മതിയായവനാണ്, എന്നെ സഹായിക്കുവാൻ മനസ്സുള്ള ഒരു കർത്താവാണ് യേശു എന്നുള്ളതായ ആ സത്യം ഇന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വീണ്ടും ഓർപ്പിക്കാം, യേശു വന്നത് ദൈവത്തെക്കുറിച്ചും ദൈവ പദ്ധതികളെക്കുറിച്ചും നമ്മളെ അറിയിക്കുവാനാണ്. ഇന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായം 15-ാമത് വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആരാധിച്ചാൽ സ്തുതിച്ചാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവം. ആരാധനയും സ്തുതിയും മാത്രമല്ല, കൂട്ടായ്മയും ആരാധനയും. ഉറക്കെ പറഞ്ഞാട്ടെ, കൂട്ടായ്മയും ആരാധനയും. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയും അതുപോലെ ദൈവത്തെ സ്തുതിക്കലും. ദൈവമക്കളുമായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് പുതുബലമുണ്ടാകുകയാണ്, ധൈര്യമുണ്ടാകുകയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ലോകത്ത്, നിരവധി ഒഴുക്കുകളിൽ പ്രതിബന്ധങ്ങളിൽ പോകുന്ന ഈ ലോകത്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒന്നിച്ച് കൂടി അഥവാ ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിച്ച് കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ മക്കളെ, രണ്ട് കാര്യങ്ങൾ പ്രാരംഭമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു കാരണവശാലും കൂട്ടായ്മകൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും സഭായോഗങ്ങൾ നിങ്ങൾ അധികമായി കൂടണം. ഇങ്ങനെയാണ് നിങ്ങൾ ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളെ രണ്ട് രീതിയിൽ ഉപേക്ഷിക്കാം. ഒന്ന്, സഭായോഗത്തിന് വരാതിരിക്കുക. സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആരാധന എന്ന പലരും ധരിച്ചിരിക്കുന്നത്. പല സഭകളിലും ഞായറാഴ്ച ആരാധനയ്ക്ക് സഭായോഗം എന്ന് പേരിട്ട്. ദൈവമക്കൾ കൂടുന്നത് സഭയുടെ അസംബ്ലിക്കാണ് സഭായോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച ഒരു യോഗം മാത്രമല്ല, കഴിയുമെങ്കിൽ ദൈവമക്കളുമായി എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1, 2, 3 തവണ കൂടെ, ഒന്ന് വൈകിട്ടോ വെള്ളിയാഴ്ചയോ എപ്പോഴെങ്കിലുമോ ഒന്ന് കൂടുവാനൊരു അവസരം കിട്ടിയാൽ അതിൻ്റെ മഹാത്മ്യം നമ്മൾ വർണ്ണിക്കുന്നതിലധികമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ വായിക്കാൻ പോകുന്ന വേദഭാഗത്ത് പൗലൂസ് ആദ്യം ഇതാ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അതിനുശേഷം കപ്പലപകടത്തിൽപ്പെടുന്നു, അതിനുശേഷം മെലീത്ത ദ്വീപിൽ വെച്ചൊരു പാമ്പ് കടിയിലാകപ്പെടുന്നു. പക്ഷെ അവിടെയൊന്നും കർത്താവിലുള്ള വിശ്വാസം താൻ വിട്ടുകളയാതെ, കർത്താവ് വിശ്വസ്തന, എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് ഞാൻ കർത്താവിൻ്റെ വിശ്വസ്തതയെ അളക്കില്ല. അതാണ് പൗലൂസ് പറയുന്നത്. നമുക്കൊന്ന് പറയാം, എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ അളക്കുകയില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമെന്ന് തോന്നും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് ആ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കാനുള്ള പദ്ധതി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും എന്ന വാക്കിനകത്ത് ഏതാ പെടാത്തത്? നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യചിഹ്നങ്ങളും അതിനകത്തുണ്ട്. ആ ചോദ്യചിഹ്നങ്ങളെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി കർത്താവിനെ സ്തുതിക്കുക. തനിക്ക് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായി. ആ മെലീത്ത ദ്വീപിലെ തൻ്റെ ആ പാമ്പുകടിയും തുടർന്ന് താനിവിടെ മരിച്ചു വീഴുകയല്ല, അവിടെ കർത്താവിനെ സംശയിക്കാതെ പതറാതെ പെറുപെറുക്കാതെ പാമ്പിനെ കുടഞ്ഞു കളയുകയാണ്. ആ നാട്ടുകാർ പാമ്പ് കടിയേറ്റ പൗലുസിനെ കണ്ടപ്പോൾ ഇവൻ കൊലപാതകനാണെന്ന് പറഞ്ഞെങ്കിലും ആ പാമ്പിനെ കുടഞ്ഞു കളയുകയും, സാധാരണ ആ പാമ്പിൻ്റെ വിഷമേറ്റാൽ വീർത്ത് ചാകേണ്ട സ്ഥാനത്ത് ഈ മനുഷ്യൻ കർത്താവിൽ ആശ്രയിച്ചപ്പോൾ തനിക്കൊന്നും സംഭവിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ ആ നാട്ടുകാരുടെ മനസ്സ് മാറിയിട്ട് ഇവനൊരു ദേവനാണ്, ദൈവപുരുഷനാണെന്ന് പറയുകയും, അതുകൊണ്ട് തന്നെ പൗലൂസിൻ്റെ സുവിശേഷം അവർ കേൾക്കുകയും ആ നാട്ടിൻ്റെ ദേശത്തിൻ്റെ അധിപനായിരുന്ന പുബ്ലിയോസിൻ്റെ അപ്പൻ അതിസാരവും കൂടെയുള്ള അതിസാരമെന്ന ഒരിക്കലും മാറാത്ത ഒരു വൈറൽ അറ്റാക്ക്, ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള വയറിൻ്റെ പ്രശ്നം തനിക്കുണ്ടായിരുന്നു. ആ അറ്റാക്ക് കൂടെ അവരുടെ ചികിത്സാവിധികൾക്കോ മന്ത്രവാദ തന്ത്രങ്ങൾക്കോ ഒന്നും ആ ദ്വീപിലെ നിവാസികളുടെ പദ്ധതികൾക്കൊന്നും അയാളെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നപ്പോൾ പൗലൂസ് അകത്തിയ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചപ്പോൾ ആ മനുഷ്യൻ സൗഖ്യമാകുകയാണ്. അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ രോഗത്തിൻ്റെ ചങ്ങലകൾ പൊട്ടും. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ പൈശാചികമായ നുകങ്ങൾ തകരും. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അങ്ങനെ ആ മനുഷ്യൻ സൗഖ്യമായതോടുകൂടെ ആ ദ്വീപിൽ വലിയ ഉണർവുണ്ടായി. ദ്വീപ് നിവാസികളെല്ലാം സൗഖ്യത്തിനായി പൗലൂസിൻ്റെ അടുക്കൽ വന്നു. അതൊരു മിറക്കിൾ ക്രൂസൈഡായി മാറി. തൻ്റെ പാമ്പുകടിയെ, തൻ്റെ പ്രതികൂലങ്ങളെ താൻ എന്ത് ചെയ്തു? കർത്താവിൽ ആശ്രയിച്ചപ്പോൾ അതൊരു അത്ഭുതമായി മാറ്റി. 1-2 പേരോട് പറഞ്ഞാട്ട് നിങ്ങളുടെ പ്രതികൂലങ്ങളെ ഒരു അത്ഭുതമായി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. നമ്മൾ പ്രതികൂലങ്ങൾക്ക് നമ്മളൊരു പേര് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ചിലര് പ്രശ്നമെന്ന് പറയും, പക്ഷേ നമുക്ക് വേണേ അതിനെ ദൈവത്തിൻ്റെ സാധ്യത എന്ന് വിളിക്കാം. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു അത്ഭുതത്തിൻ്റെ സാധ്യതയല്ലേ ബ്രദറെ? ലാസറിന്റെ മരണത്തെ സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നായിരിക്കാം വിളിച്ചത്, പക്ഷേ യേശുവിനതൊരു അത്ഭുതത്തിൻ്റെ സാധ്യതയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ പ്രതിസന്ധികൾ ദൈവത്തിന് ഒരു അത്ഭുതത്തിൻ്റെ ചേരുവകൾ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഓർപ്പിച്ച പോലെ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായോ അല്ലെങ്കിൽ മത്തങ്ങായോ അല്ലെങ്കിൽ പല പല ഐറ്റങ്ങൾ കാണും. അത് അന്നേരം എടുത്ത് വായിൽ വെച്ച് കടിച്ചാൽ, കായമെടുത്ത് വായിൽ വെച്ച് കടിച്ചാൽ അത് വലിയ പ്രയാസം തോന്നും. പക്ഷേ അതെല്ലാം കൂടെ ചേർത്ത് ആ സാമ്പാർ വന്നപ്പോൾ എന്തൊരു മണം, എന്തൊരു രുചി, എന്തൊരു ഗുണം. എന്നതുപോലെ നീ ഇന്ന് കാണുന്ന പ്രതിസന്ധികൾ നിനക്ക് കൈപ്പുളവാക്കുന്നുണ്ടായിരിക്കാം. ആ വിഷയവും ഈ വിഷയവും അതും ഇതും എല്ലാം കൂടെ കൂട്ടി നല്ല കുക്കിംഗ് അറിയാവുന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ട്. കടലരികൾ ശിഷ്യന്മാർക്ക് വേണ്ടി മീനും അപ്പവും തയ്യാറാക്കിയ അതേ കരങ്ങൾ നിന്റെ പ്രതിസന്ധികളാകുന്ന ചേരുവകളെ ഒന്നിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവെന്ന രുചി വരുത്തി എന്ത് ചെയ്യുമെന്നല്ല, പ്രതിസന്ധികൾ തന്നെ ഏറ്റവും അത്ഭുതമായി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രതിസന്ധികളിലൂടെ പോയി തുടർന്ന് റോമിലെത്തി വാടകയ്ക്കൊരു വീടെടുത്ത് അവിടെ താൻ വളരെ നാളുകൾ ചിലവഴിച്ച്, റോമൻ കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ടാണ് താൻ അവിടെ പോയത്. അവിടെ ചിലവഴിച്ച് ആ പ്രതിസന്ധിയിലും വചനം പറയുന്ന ഒരു പൗലൂസിനെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുന്നത്. എന്നാൽ അതിനിടയിൽ തൻ്റെ യാത്രാ മധ്യത്തിൽ നോക്കൂ, വേറെ ചില സഹോദരന്മാരെ കാണാണ്. പ്രതിസന്ധികളുടെ യാത്രകളിൽ ഇടയ്ക്കിടെ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം. 1-2 പേരോട് പറഞ്ഞേ, പ്രതിസന്ധികളുടെ യാത്രയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു ശാരീരിക പ്രയാസമാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. അതെ, ആയുർവേദത്തിൽ നിന്ന് അലോപ്പതിയിലേക്കും അലോപ്പതിയിൽ നിന്ന് യുനാനിയിലേക്കും ഒക്കെ യാത്ര ചെയ്യുകയായിരിക്കാം. അതല്ല, ഒരുപക്ഷെ നിങ്ങളൊരു കോടതി വിഷയത്തിൽ നിങ്ങൾ ഒരു ടാക്സ് കൺസൾട്ടന്റിനെ കാണാൻ പോയി, അവിടുന്ന് വക്കീലിനെ കാണാൻ പോയി, അവിടുന്ന് ജഡ്ജിയെ കാണാൻ പോയി, അവിടുന്ന് മിടുക്കന്മാരെയൊക്കെ കാണാൻ പൊക്കോ. പക്ഷേ ഇടയ്ക്കിടെ നിങ്ങളുടെ വഴിയിൽ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം. പറഞ്ഞാട്ടെ, നിങ്ങളുടെ യാത്രയുടെ മധ്യത്തിൽ ഇടയ്ക്കിടെ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം, ആത്മീയ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം, ദൈവമക്കൾ ഉണ്ടായിരിക്കണം. കാരണം വക്കീലിന് തരാൻ കഴിയാത്ത, ഡോക്ടർക്ക് തരാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു കൺസൾട്ടന്റിനും തരാൻ കഴിയാത്തത് എന്തോ കൂട്ടായ്മയ്ക്ക് തരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം.
അതുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ട്രിക്ട് ആശുപത്രിയുടെ ബോർഡ് വെച്ച വണ്ടിയെ കയറുക, പിന്നെ അവിടെ നിന്ന് അടുത്ത വണ്ടിയെ കയറി താലൂക്ക് ആശുപത്രിയുടെ വണ്ടിയെ കയറുക. അതേ പൊക്കോ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനിടയ്ക്ക് സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം. പറഞ്ഞാട്ടെ, ആ വഴിക്ക് ഒരു അത്ഭുതം നടക്കാൻ സഹോദരങ്ങളെ നിർത്തണം, വചനങ്ങളെ നിർത്തണം, വാക്കുകളെ കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് യാത്രയുണ്ടിരുന്ന പൗലൂസ് ഇടയ്ക്ക് വെച്ച് സഹോദരങ്ങളെ കാണുകയാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 28:15. നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 28:15 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. യാത്രയിലാണ് താൻ. യാത്രയിലാണെങ്കിലും സഹോദരങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിടുന്നില്ല. കൈകൊടുത്ത് പറഞ്ഞ് എന്നേക്കും ടാറ്റ അടിച്ച് പോകരുതെന്ന് പറഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുണ്ടായിരിക്കണം. പുട്ടിന് തേങ്ങ ഇടുന്നെന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുണ്ടായിരിക്കണം. പറഞ്ഞാട്ടെ, ഞായറാഴ്ച ഇവിടെ കാണണം. 1-2 പേരോട് പറഞ്ഞ് അടുത്ത ഞായറാഴ്ച ഇവിടെ കാണണം. പറഞ്ഞാട്ടെ, നിനക്കുള്ളത് അവിടെയാ കർത്താവ് വിളമ്പുന്നേ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ആഴ്ചത്തേക്ക് നിനക്കുള്ളത് ഇവിടെ മാത്രമല്ല, ആ ചൊവ്വാഴ്ച മീറ്റിങ്ങിൽ, വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ എനിക്കും നിനക്കുമുള്ളത് കർത്താവ് വിളമ്പുകയാണ്. ദൈവത്തിന്റെ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിനക്ക് ഏറ്റവും അത്ഭുതകരമായത് കർത്താവ് വിളമ്പുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പൗലൂസിന് ഈ സഹോദരന്മാരെ ചുറ്റി നിർത്തിയാലുള്ള ഗുണം ചൊവ്വയെ പിടിച്ചിട്ടുള്ളതാണ്. കാരണം തന്നെ ഒരിക്കൽ ഒരത്ഭുതം ചെയ്തതിന് ഒരു നാട്ടുകാർ കല്ലെറിഞ്ഞു ലുസ്ത്രായിൽ വെച്ച്. മറ്റ് നാട്ടുകാരെ കൂടെ കൂട്ടി താൻ മുമ്പ് സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലെ ആൾക്കാരോട് വന്ന് ലുസ്ത്രയിൽ തൻ്റെ പ്രസംഗം കേട്ടൊരു മുടന്തൻ സൗഖ്യമായതാണ്. പക്ഷേ ആ നാട്ടുകാർ മുടന്തൻ സൗഖ്യമായപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ആ നാട്ടിലെ കുറേ പേർക്ക് അത് പിടിച്ചില്ല. പൗലൂസിൻ്റെ കൂടെ ആൾ കൂടിയപ്പോൾ പൗലൂസ് എന്ത് തെറ്റിയതു? പൗലൂസ് യേശുവിനെ പറഞ്ഞെന്നല്ല, ഒന്നും ചെയ്തില്ല. അത് കേട്ടിരുന്ന ഒരു മുടന്തൻ സൗഖ്യമായി. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14 എടുത്ത് നോക്കിയാട്ടെ. അതെനിക്ക് വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അതേ തുടർന്ന് എന്ത് ചെയ്തു? ആ ലുസ്ത്രയിലുള്ള ആൾക്കാർക്ക് മുടന്തൻ സൗഖ്യമായത് സന്തോഷിക്കുകയല്ല, മറിച്ച് എന്ത് ചെയ്യാണ്? പൗലൂസിനോട് വൈരാഗ്യമുണ്ടായപ്പോൾ പൗലൂസ് മുമ്പ് പ്രസംഗം പറഞ്ഞെടുത്ത് കുറേ എതിരാളികളുണ്ടായിരുന്നു. അതൊന്നും പൗലൂസ് ഒരു തെറ്റും ചെയ്തിട്ടല്ല, യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞിട്ട്. ഇക്കോന്യയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ കൂട്ടി ഇതാ പൗലൂസിനെ കല്ലെറിയുകയാണ്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 14 വരാം. 14:18 മുതൽ വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 14:19 വായിച്ച്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. പൗലൂസിനെ കല്ലെറിഞ്ഞു. കല്ലെറിയുന്നെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അടുത്ത വാക്യം. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇടച്ചു കളഞ്ഞു. അതെ, ഈ ശവം പിന്നെ പട്ടണത്തിലിടുകയില്ല. വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാണ്? ഇവനെ കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടിടുകയാണ്. ഇയാൾ ചത്തെന്ന് വിചാരിച്ചു കൊണ്ടിടുകയാണ്. പക്ഷെ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. വായിച്ചാട്ടെ. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയും, ആത്മീയ സഹോദരന്മാരായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 1-2 പറഞ്ഞ് ചണ്ടിക്കൂമ്പാരത്തിൽ പോകുമ്പോഴും ഞങ്ങൾ കൂടെ വേണം. കൈസറുടെ അരമനയിൽ നിൽക്കുമ്പോഴും ഞങ്ങളെ മറക്കരുത്. പറഞ്ഞാട്ടെ, 1-2 പേരോട് പറഞ്ഞാട്ടെ. ചണ്ടിക്കൂമ്പാരത്തിൽ ഞങ്ങൾ വേണം. പിന്നെ കൈസറുടെ അരമനയിൽ ചെല്ലുമ്പോഴും ഞങ്ങളെ മറക്കരുത്. ദൈവമക്കളെ ഒന്ന് ചുറ്റും നിർത്തി നോക്കിയ ജീവൻ വ്യാപരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ പണി എന്നാന്ന് പറയും, നിങ്ങളെ എങ്ങനെങ്കിലും ആത്മീയ സഹോദരങ്ങളോടും കൂട്ടായ്മയോടും നമ്മളെ നടത്തുന്നവരോടും എന്തെങ്കിലും വിരോധം വരുത്തി അകറ്റി നിർത്തുക. ജീവൻ പോണേ, ഉള്ള ജീവൻ കളയണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിൽ ജീവൻ പകരാൻ കർത്താവ് നമ്മളെ കൂട്ടുപങ്കാളികളാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ആദിമ വിശ്വാസികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന 3000 പേർ സ്നാനപ്പെട്ടു, അവർ കൂട്ടായ്മ ആചരിച്ചു. ഒന്നാമത് അവരെന്താ ചെയ്തത്? സ്നാനപ്പെട്ട ദൈവമക്കളുടെ ആദ്യത്തെ ഭാഗം വിളിച്ചു പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഒന്നാമത്തെ ഭാഗം ഏതാണ്? കൂട്ടായ്മ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനം പറയാണ്, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. 2 നിലയിൽ ഉപേക്ഷിക്കുക. 1 സഭായോഗത്തിന് വരാതിരിക്കുക. 2 ശരീരം ഇവിടെ കൊണ്ടുവച്ചിട്ട് മനസ്സ് എവിടെയെങ്കിലും കൊണ്ടുപോവുക. എല്ലാവരും നോക്കുമ്പോൾ ആൾ സഭായോഗത്തിലുണ്ട്, കൈ കൊട്ടുന്നുണ്ട്, പാട്ടിനോട് ചേർന്ന് പാടുന്നുണ്ട്, ആളിവിടെ ഇല്ല. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചേ.
സഭായോഗത്തെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ചിലർക്കൊരിതുണ്ട്, യഹൂദന്മാർക്ക് ശബത്തിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു പാപം പോലാണ്, ഒരു കടം കിട്ടുന്നത് പോലാണ്. അങ്ങനെ കടം വീട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ആശീർവാദത്തിന് മുമ്പെങ്കിലും കാലൊന്ന് തൊട്ടിട്ട് പോവുക. അങ്ങനെ പോകാനല്ല നമ്മൾ വിളിച്ച കൂട്ടായ്മ ആചരിക്കണം. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, കൂട്ടായ്മ ആചരിക്കണം. നിനക്ക് വേണ്ടിയത് വിളമ്പുന്നത് ഇവിടെയാണ്. നിനക്ക് വേണ്ടത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നിൽ ചില അത്ഭുതങ്ങൾ തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞുകൊണ്ടല്ല, അടുത്തിരിക്കുന്ന ഒരു സഹോദരി, അടുത്തിരിക്കുന്ന ഒരു സഹോദരൻ നിനക്ക് വേണ്ടത് നിനക്ക് തരുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇവരുടെ പലരുടെയും സ്വഭാവത്തിൽ അപക്വതകൾ കാണും, ആത്മീയ വളർച്ചയിൽ പരിമിതികൾ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്തു അവരിലുണ്ട്. ആ ചുറ്റി നിന്നത് വാസ്തവത്തിൽ സഹോദരങ്ങളല്ല. പൗലോസ് കല്ലെറിഞ്ഞ് തൻ്റെ ജീവൻ പോയി. ഇന്ന് എല്ലാവരും ഈ വചനം ജീവിതത്തിലാക്കണം. ഒന്ന് രണ്ട് പേരുടെ പറഞ്ഞ്, ജീവൻ തരുന്ന സഹോദരങ്ങളെ ചുറ്റും നിർത്തുക. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ചിലരുമായി സംസാരിച്ചാൽ ഏത് മടുപ്പടിച്ച വ്യക്തിയും ചാടി എഴുന്നേക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയും മറ്റും പകുതി ചത്ത പുള്ളു പിടിച്ച ഒക്കെ പകുതി ചത്ത കോഴിക്കുഞ്ഞിനെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ കിണ്ണത്തിൻ്റെ അടിയിലിട്ട് കിണുകിണാന്ന് അടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അവരൊരു ഒരു ഒരു സൗണ്ട് തെറാപ്പി ചെയ്യായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സൗണ്ട് കൊണ്ടൊരു ചികിത്സ. ആ ചികിത്സ ഇവിടെ നടക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, സൗണ്ട് ഉണ്ടായിരുന്നു. സകലത്തെ നിർമ്മിച്ച വചനം, ജീവിപ്പിക്കുന്ന വചനം. അതുകൊണ്ട് വചനം അകത്തുള്ള മക്കളെ ചുറ്റും നിർത്തണം. കൈ കൊടുത്ത് പറഞ്ഞോട്ടെ, വചനം. അവർ രണ്ട് വാക്ക് പറയുമ്പോൾ ഉണ്ടല്ലോ, ചാടി എഴുന്നേൽക്കും. നമ്മളിങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാർ ചുറ്റി നിൽക്കയിൽ അവൻ ചാടി എഴുന്നേറ്റു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ വചനം ഇല്ലാത്ത വിശ്വാസിയാണെങ്കിലുണ്ടല്ലോ, ഉള്ള നെഗറ്റീവ് എല്ലാം പറയും. വചനമുള്ള വിശ്വാസി തിരുവചനത്തിലെ ഏതെങ്കിലും വാക്യം നമ്മളോട് പറയും. അല്ലെങ്കിൽ വചനമില്ലാത്ത വിശ്വാസി നാട്ടിൽ കണ്ടതും നാട്ടിൽ കേട്ടതുമായ ഭീതിയുടെ വാക്കുകൾ നമ്മളോട് പറയും. ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ വിഷയമാവുക. വടക്കേ ഇന്ത്യയിൽ അങ്ങനെ, തെക്കേ ഇന്ത്യയിൽ ഇങ്ങനെയാണ്. മാത്രമല്ല കാര്യങ്ങൾ കുഴയുക കേട്ടോ. അവരുടെ വായിൽ നിന്ന് ഏതേ വരത്തുള്ളൂ. അവർ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്, നുണ പറയുന്നവരല്ല അവർ. പക്ഷേ വചനമെന്ന് പറയുന്നത് ഇവിടെ കാണുന്നതല്ല, അത് ആത്മമണ്ഡലത്തിൽ വിശ്വാസക്കണ്ണാൽ കാണുന്നതാണ്. അവർ വേറൊന്ന് കണ്ടോണ്ടാ സംസാരിക്കുന്നു. പ്രതികൂലങ്ങൾ മാത്രം എല്ലാവരും പറയുമ്പോൾ അവർ ഒന്നും പേടിക്കേണ്ടെന്നേ. കർത്താവ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോണം തീർത്തു എന്ന് പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. ഒന്നും പേടിക്കേണ്ടെന്നേ. നിങ്ങൾ പ്രതിസന്ധിയെക്കുറിച്ചല്ലേ പറഞ്ഞത്. എന്നാൽ നമ്മൾ വായിക്കുന്നില്ലേ, ചെങ്കടൽ തുറന്നെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി രണ്ടാകുന്ന കാര്യം ഒന്ന് ചിന്തിച്ചേ. നോക്കൂ, രണ്ട് പേരുടെ, ഒരാള് ചെങ്കടലിൻ്റെ കാര്യം പറയുന്നു, ഒരാൾ പിളർക്കുന്ന കാര്യം പറയുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അത്രയുള്ളതിൻ്റെ വ്യത്യാസം. ഒരാളുടെ അകത്ത് വചനം നിറഞ്ഞിരിക്കുന്നു, ഒരാളുടെ അകത്ത് വസ്തുത നിറഞ്ഞിരിക്കുന്നു. വസ്തുതകളാൽ നിറഞ്ഞവരെ നമ്മുടെ ചുറ്റും നിർത്തുകയല്ല, മറിച്ച് ഏത് നിറഞ്ഞവരെ? വചനം നിറഞ്ഞ ദൈവമക്കളെ ചുറ്റും നിർത്തിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. ഇപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അതിൻ്റെ 28-ാം അധ്യായത്തിൽ വായിച്ചു, അവൻ സഹോദരന്മാരെ കണ്ട് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. അപ്പോൾ ആ സഹോദരന്മാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് എന്ത് കൊണ്ടുവന്നു? സ്തുതി കൊണ്ടുവന്നു. സ്തുതി കൊണ്ടുവന്നു. ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാതിരിക്കുന്നവൻ്റെ ഉള്ളം പൊട്ടിപ്പൊട്ടി സ്തോത്രം വരണം. ജീവജല നദികൾ ഒഴുകണം. അങ്ങനെ അവർ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഭാരങ്ങൾ മാറും, ചങ്ങലകൾ പൊട്ടും, അത്ഭുതങ്ങൾ നടക്കും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ ഈ മൂക്കിൽ മാംസം വളരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് 1 വർഷമായുള്ളൂ. ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ അസ്ഥി വളഞ്ഞിരിക്കുവാണ്, ഒരുപാട് വളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. യേശു എന്നെ സൗഖ്യമാക്കി, എനിക്ക് ഉറപ്പാണ്.
ഇപ്പൊ സൗഖ്യമാക്കിയെന്ന് എങ്ങനെ അറിയാം? ശ്വാസം നന്നായിട്ട് പോകും. നല്ലപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ മൂക്ക് മുഴുവനായിട്ട് അടഞ്ഞിരിക്കുമായിരുന്നു. ഈ മൂക്കിലൂടെ ഒട്ടും ശ്വാസം പോകത്തില്ല. ഒട്ടും പോകത്തില്ലായിരുന്നു. എനിക്ക് ഈ മൂക്ക് മുഴുവൻ അടഞ്ഞിരിക്കുമായിരുന്നു. മാംസം വളർന്നിട്ട് ഈ മൂക്ക് എന്നെ വളഞ്ഞു ഇരിക്കുമായിരുന്നു. എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റില്ലായിരുന്നു. അമ്മ എപ്പോഴും പറഞ്ഞു, ഞാൻ ശ്വാസം എടുക്കുമ്പോൾ ഒത്തിരി സൗണ്ട് കേൾക്കുമായിരുന്നു. വായി കൂടെ ആയിരുന്നു ഞാൻ ശ്വാസം എടുക്കുന്നത്. ഈ മൂക്കിൽ കൂടെ എനിക്ക് ശ്വാസം എടുക്കാൻ ഈ മൂക്കിൽ കൂടെ ഇങ്ങനെ ശക്തിയോടെ എടുത്താലും ശ്വാസം വരത്തില്ല. ഇല്ലായിരുന്നു. ഫുൾ അടഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് നല്ല ഖരം അടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ സൗഖ്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് എന്താ? നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മെ വിടുവിക്കുവാൻ മനസ്സുള്ളവനാ കർത്താവ്. എൻ്റെ യേശുവേ, അവർ രണ്ടുപേരും, ഞാൻ പറയാം, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ആഗ്രഹത്തോടെ വന്നവരാ. നമുക്കറിയാം, രക്തസ്രാവമുള്ള സ്ത്രീ വളരെ ദാഹത്തോടെ ഞാൻ പോകും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടും എന്ന് അവൾ ഉള്ളിലൊരു തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം വന്നത്. ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോകും, അവൻ എന്നെ വിടുവിക്കും. ഇന്ന് ഹൃദയത്തിൽ യേശു എന്നെ വിടുവിക്കും, യേശുവിൻ്റെ അവസ്ഥകളെ മാറ്റും എന്ന് എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നാൽ, ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് നമ്മളിൽ കൂടെ ചെയ്യും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഈ കടഭാരം മാറുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുകയാണ്, കടഭാരത്തിൻ്റെ കെണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, നിങ്ങളെക്കൊണ്ട് ശ്രമിച്ചിട്ടും നടക്കാത്തതാണോ? യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അതുപോലെ ഈ രോഗം കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ ഭവനത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. നമുക്കൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നോക്കണ്ട. നിങ്ങൾ ഇപ്പോൾ പലരോടും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുത്, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ വന്നത് ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ. എൻ്റെ കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വളരെയേറെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. എൻ്റെ യേശുവേ, അങ്ങേക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ജീവിതത്തിലില്ല. എൻ്റെ കർത്താവിൻ്റെ കരം ഇവരെ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വഴികളും വാതിലുകളും ഇവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ. എൻ്റെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തന്നെ ഈ രോഗത്താൽ കാണുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ തുടരണമേ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. ആസ്മ രോഗം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുട്ടിൻ്റെ ചിരട്ട മാറി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രോബ്ലം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. എൻ്റെ കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.